ആണ് എല്ലാ മോഡലും എടുത്ത് കാണിക്കുന്നത്. 3 ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട് അത്ര നല്ല ലേറ്റസ്റ്റ് മോഡലാണ്. രാജാവ് നമ്മുടെ കിങ്ങന്നെ വാണിക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റാണ്. വെറും 2799 ദിർഹംസിന് S24 അൾട്ര. അല്ല ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു എവർസിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർദ്. എൻ്റെ മുന്നിൽ ഇന്ന് ഒരുപാട് ഫോൺ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഐഫോണോ അല്ലെങ്കിൽ സാംസങ് മാത്രമേ വെക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് A to Z 250 ദിർഹംസ് മുതൽ 4950, അതായത് 5000 ദിർഹംസ് വരെയുള്ള മൊബൈൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസ്പ്ലേ വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ വില എന്ന് പറയാൻ പോവാണ്. ഒരുപാട് ആൾക്കാർ മൊബൈൽ ഇടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വില കൂടിയ മൊബൈൽ മാത്രം പറയുന്നു? ഞങ്ങൾക്ക് വില കുറഞ്ഞ മൊബൈൽ, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കുക, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവിന് കൊടുക്കാനുള്ള ഒരു കുഴപ്പമില്ലാത്ത മൊബൈൽ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് വരുന്നുണ്ട്. പരമാവധി കുറച്ച് മൊബൈലൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. കാരണം വീഡിയോ ഓവറായിപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോവും. എന്നാലും പരമാവധി പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും വിട്ടുപോവുകയോ അതല്ല പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വിട്ടുപോയ മോഡലൊക്കെ നിങ്ങൾ അതിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ ഏറ്റവും മെയിൻ ഞങ്ങൾ സപ്പോർട്ടാണ്. നിങ്ങൾ നേരെ പോയിട്ട് ഞങ്ങളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് പോയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, അതെല്ലാം അടുത്തത് എന്താണ് നിങ്ങൾക്ക് ഓഫറായിട്ട് വേണ്ടത് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സ് പോയിട്ട് ഇടുക. അതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് മൊബൈലുമായി പോകുന്നുണ്ട്. വാങ്ങുന്നതിന് കണക്കിൽ അത്ര ആൾക്കാർ വന്നിട്ട് നല്ല ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരൊന്നും കമൻറ്റ് ഇടാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. അതൊന്നും മടിയൊന്നും കാണിക്കാതെ നേരെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ലാഗ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഹോണർ തന്നെ തുടങ്ങാം. ഹോണറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ UAE എനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്കെന്നല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഹോണറിൻ്റെ ഫോൺ ഇല്ലാത്ത സ്ഥാപനമുണ്ട്. കാരണം ഹോണറിൻ്റെ കംപ്ലയിൻറ്റ് വളരെ കുറവാണ്, ധൈര്യത്തിൽ അങ്ങ് വാങ്ങി പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹോണർ തന്നെ തുടങ്ങില്ല. ഹോണറിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ റാം, ഒരു ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം റാം എത്ര ഉണ്ടാണ്, റാം മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. റാമാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ഫോണിൻ്റെ റാമാണ്. അപ്പോൾ ആ റാം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത റാമാണ്. 4+4 8GB റാം ഉണ്ട്. ഈ ഒരു സംഭവം നമുക്ക് X5B ആണ്. 64GB ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 64GB ആണെങ്കിൽ വെറും 259 259 കൊടുക്കും. ഇതന്നെ 128GB വരുന്നുണ്ട്. 128GB ആണെങ്കിൽ 40 ദിർഹംസിന് വ്യത്യാസമുള്ളൂ. 299 ദിർഹംസിന് 128GB നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി നമുക്ക് X6Bയിലേക്ക് പോകാം. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. സാധനം ഒന്ന് നോക്കിക്കളി, നല്ല വലിപ്പമുള്ള മൊബൈലാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ മൊബൈലും കാണിച്ചില്ല എന്ന് തോന്നുന്നില്ല. ഇതാ മുന്നേ പറഞ്ഞ മൊബൈൽ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 35 വാട്ട്സ് ആണ്. ഇതിന് ടെർബോ ചാർജാണ് വരുന്നത്. അടിപൊളി ചാർജർ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും പോരാത്തതിന് നിങ്ങൾക്ക് വരുന്ന ബാറ്ററി 5200 mAh ബാറ്ററിയാണ്. 6+6 12GB റാമും ഉണ്ട്. വില കൊടുക്കുന്നത് വെറും 380 ദിർഹംസ്. 380ക്ക് 128GB കൊടുക്കുന്നുണ്ട്. ഇതന്നെ നിങ്ങൾക്ക് 256GB മേടിക്കണമെങ്കിൽ 450, വെറും 450 ദിർഹംസിന് 256GB വാങ്ങാൻ സാധിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ X5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7ലേക്ക് പോകാം. X7C കാണുന്നുണ്ടല്ല, നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസ് എല്ലാം. അതായത് താഴെ വീണ് കഴിഞ്ഞാൽ അല്ലെ വെള്ളത്തിലൊക്കെ കുറച്ചൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും വില കുറഞ്ഞിട്ട് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഹോണർ ഒരു ഫോണാണിത്. ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ സൈസ്, ഡിസ്പ്ലേ സൈസ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ റാം വരുന്നത് 16GB ആണ്. അതായത് 8+8 16GB റാം വരുന്നുണ്ട്. 256GB മെമ്മറി വരുന്നുണ്ട്. ഇത് ക്യാമറ വരുന്നത് 108 MP ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അല്ല, വെറും 559 559 കൊടുക്കുന്നത്. 256GB. ഇതന്നെ നമുക്ക് X9C സ്മാർട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ആകെ 1 വീക്ക് മാത്രമായ സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് 24GB ആണ് റാം. 12+12 ഏറ്റവും റാം കൂടുതലുള്ള അടിപൊളി ഒരു സ്മാർട്ട് ഫോണാണ് X9C സ്മാർട്ട്. നല്ല അടിപൊളി ഡിസൈനാണ്. 5G ആണ് മൊബൈൽ വരുന്നത്. അതുപോലെ ആൻറ്റി ഡ്രോപ്പ്, അതുപോലെ ആൻറ്റി ഹീറ്റ് ആൻഡ് വാട്ടർ, ഇതൊക്കെ കുറച്ചൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ്. 5800 mAh നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഒരു 3 ദിവസമൊക്കെ ബാറ്ററി നിൽക്കുന്ന അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഫോണും നല്ല കണ്ടീഷനാണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാം. 5G മൊബൈലാണ്. കൊടുക്കുന്ന റേറ്റ് 888 ദിർഹംസിന് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. 1 വീക്ക് മാത്രമായ ഫോണാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഈ സംഭവം, ഇത്രയും കാര്യം വിശദീകരിച്ച് പറഞ്ഞ സാധനം ഇതാണ്. ഇത് താഴെ വീണാൽ ഒന്നും ആവില്ല. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടൊക്കെ കാണിച്ചാണ്, ഒരുപാട് തവണ താഴെയിട്ട് കാണിച്ചാണ്, ഒന്നും ആവാത്ത ഫോണാണ്. പക്ഷേ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ കൂടെ തന്നെ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് മാത്രമാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു സംഭവമാണ്. 6600 mAh ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു എയർബഡ്സും ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇത് 1300 ഇതിന് മുന്നേ നമ്മൾ ഓഫർ ഇട്ടത്. ഒരു 100 ദിർഹംസിനും കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 1199 X9C. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ തവണ ഇറങ്ങി, ഇതിൻ്റെ തന്നെ കഴിഞ്ഞ തവണ ഒന്ന് ഇറങ്ങിയത് X9B എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഒന്ന് ഇറങ്ങിയിരുന്നു. ആ ഒരു സാധനമാണിത്. ഒരുപാട് ആൾക്കാർ വാങ്ങിയ സാധനമായിരിക്കും, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അൺബ്രേക്കബിൾ ആണ്, താഴെ വീണാൽ ഒന്നാവില്ല. 5G മൊബൈലാണ്.
256 GB മെമ്മറിയാണ്, 8+8 16 GB റാം ഉണ്ട്. ഓക്കെ, ഇത് 3 കളേഴ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് 999 ദിർഹംസിന് കൊടുക്കുന്നതായിരിക്കും. അടുത്ത നമുക്ക് വരുന്നത് X9C പറഞ്ഞു, ഇനി X9C 5G പറഞ്ഞു, X9B പറഞ്ഞു. ഇനി നമുക്ക് 200 ലൈറ്റ് ആണ് ഏറ്റവും വില കുറഞ്ഞിട്ട് 5G മൊബൈൽ ഹോണറിൽ വന്നിരിക്കുന്നത് 200 ലൈറ്റിലാണ്. 16 GB റാം ഉണ്ട്, 256 GB മെമ്മറി ഉണ്ട്. കൊടുക്കുന്ന റേറ്റ് 780 ദിർഹംസ്, വെറും 780 ദിർഹംസിന് 5G മൊബൈൽ ഏറ്റവും വില കുറഞ്ഞിട്ട് വരുന്ന സാധനം ഇതാണ്. നിങ്ങൾക്ക് ഹോണർ 200 ലൈറ്റ് ഇതാണ് സാധനം. ഒന്ന് കാണിച്ചു കൊടുത്തേ മോഡൽ. ഓക്കെ, അതുപോലെ നല്ല സ്ലിമ്മാണ് കേട്ടോ സാധനം, ഏറ്റവും സ്ലിമ്മായിട്ട് ഇറങ്ങിയ ഫോണാണ്, നല്ല സ്ലിം സാധനമാണ്. അപ്പോൾ സ്ലിം ബ്യൂട്ടി ഒക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല സ്ലിം ബ്യൂട്ടി ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ സംഭവം 108 മെഗാ പിക്സലാണ് ബാക്ക് വരുന്നത്, ഫ്രണ്ട് ആണെങ്കിൽ 50 മെഗാ പിക്സൽ വരുന്നുണ്ട്. അതുപോലെ 6.7 ആണ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 16 GB റാം, 256 GB മെമ്മറി, അടിപൊളി സംഭവമാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണാലും ഒന്നും ആവില്ലെന്നൊക്കെ പറയുന്ന ഫോണാണ്. അത്യാവശ്യം വീണ്ടും പറയുകയാണ്, വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ചില ആൾ കറക്റ്റായിട്ട് 12 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വീണ്ടും പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. 200 ലൈറ്റ് പറഞ്ഞു. ഇനി ഏറ്റവും ടോപ്പ് ഹോണറിൽ ഏറ്റവും ടോപ്പായിട്ട് AI ക്യാമറയിൽ ഇറക്കിയിരിക്കുന്ന ഫോണാണ് ഹോണർ 200. ഹോണർ 200 നിങ്ങൾക്ക് നല്ല റേറ്റിന് തരാം. ഹോണർ 200ൻ്റെ ഒന്ന് നോക്കിക്കളി, ഏറ്റവും ടോപ്പ്, അവരെ ഏറ്റവും ടോപ്പാണ്. AI ക്യാമറ ആണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഒരുപാട് കണ്ടായിരിക്കും. ഈ ഒരു ഫോൺ നല്ല സ്റ്റൈലിഷ് ഫോണാണ്. ഈ ഒരു ഫോൺ കൊടുക്കുന്നത് 200 നിങ്ങൾക്ക് 256 GB ആണ്, 24 GB റാമാണ് വരുന്നത്. കൊടുക്കുന്ന റേറ്റ് 1450 ദിർഹംസ്. അപ്പോൾ ഹോണർ നമുക്ക് ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത നമുക്ക് നേരെ റെഡ്മിയിലേക്ക് പോകാം. അപ്പം കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാൻ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് A3 റെഡ്മിയുടെ TDR സ്റ്റോക്കാണ്. 3+3 6 GB ആണ് റാം വരുന്നത്. 64 GB ആണ് കൊടുക്കുന്ന റേറ്റ് 240 ദിർഹംസ്. വെറും 240 ദിർഹംസിന് 64 GB കിട്ടും. ഇതന്നെ നിങ്ങൾക്ക് 128 GB ആണെന്നുണ്ടെങ്കിൽ 280 280ക്ക് 128 GB ഏറ്റവും വില കുറഞ്ഞിട്ട് ഒരു ഫോൺ ഇതാണ് 280 കൊടുക്കുന്നുണ്ട്. റാം വരുന്നത് 4+4 ആണ്. നിങ്ങൾക്ക് വരുന്ന റാം 128 GB ആകുമ്പോൾ 8 GB റാം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ഫോൺ ഉണ്ട് കേട്ടോ. ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് റെഡ്മിയുടെ ഏറ്റവും അടിപൊളി ഫോണാണ്. 14C ആണ്, ഏറ്റവും ലാർജ് ഡിസ്പ്ലേ ആണ്. 6.88 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 50 മെഗാ ഡബിൾ ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ 5160 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ട്സ് ചാർജർ വരുന്നുണ്ട്. ഇനി വില ഇത്രയും സംഭവങ്ങളൊക്കെ പറയുമ്പോൾ വിലൻ്റെ നിങ്ങൾ പേടിക്കേണ്ട, നല്ല വില കുറവിലാണ് സാധനം തരുന്നത്. 14C നിങ്ങൾക്ക് 128 GB 8 GB റാം 128 GB തരുന്നത് വെറും 399 ദിർഹംസിന്. അതിൻ്റെ 256 GB ആണ് തരുന്നത് 490. 100 ദിർഹംസിന് വ്യത്യാസമുള്ള 256 GB ആണെങ്കിൽ ഈ ഒരു നല്ല സ്റ്റൈലിഷ് ഡിസൈൻ ഫോൺ ആയിരിക്കും വാങ്ങിക്കാൻ നല്ല വിലക്കുറവിൽ സാധനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് റെഡ്മി 13 പോവാം. 13 ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ റെഡ്മി 13 ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇതാ റെഡ്മി 13 ആണ്. ഇത് ഡിസൈൻ നോക്കിക്കോ, വേറൊരു വെറൈറ്റി ഡിസൈനാണ്. നല്ല സ്റ്റൈലിഷ് ഗ്ലാസ് ആണ് വരുന്നത്. 6.79 ആണ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം ഒരു മോഡലാണ്. ഇനി ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ നല്ല വെൽക്കം കൊടുക്കുക. വെറും 560 ദിർഹംസിന് നിങ്ങൾക്ക് കൊടുക്കുന്നത് 8+8 16 GB റാമും ഉണ്ടാവും, 256 GB മെമ്മറി ഉണ്ടാവും. നല്ല വലിപ്പമുള്ള ഫോണാണ്. 560 ദിർഹംസിന്. ഓക്കെ, അടുത്ത നമുക്ക് നോട്ട് 13ലേക്ക് പോയില്ല. നോട്ട് 13 ഒരുപാട് ആൾക്കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫോണാണ്. 530 ദിർഹംസിന് കൊടുക്കുന്നുണ്ട്. ഇത് വരുന്നത് 8+8 16 GB റാം വരുന്നുണ്ട്. അടിപൊളി സാധനം കേട്ടോ. നോട്ട് 13 കിട്ടിയില്ല, അതുകൊണ്ടാണ് 16 GB റാമിൽ നിങ്ങൾക്ക് അടിപൊളി വിലക്കായിരുന്നു 530 ദിർഹംസിന് കൊടുക്കുന്നുണ്ട്. ഇതന്നെ നോട്ട് 13 പ്രോയിലേക്ക്, പ്രോൻ്റെ ഡിസൈൻ കാണിച്ചില്ല, പ്രോൻ്റെ ഡിസൈൻ കാണിക്കണം എന്തായാലും, കാരണം ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോണാണ് ഇത്. ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നോട്ട് 13 പ്രോൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അൾട്രാ ക്ലിയർ 200 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 1.5 128 ഹാർട്സ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് സ്നാപ്ഡ്രാഗൺ ആണ് വരുന്നത്. 7S ജനറേഷൻ 2 ആണ് വരുന്നത്. 67 വാട്ട്സ് ആണ്, ടെർബോ ആണ് ചാർജർ, ഫാസ്റ്റ് ചാർജർ വരുന്നത്. അതുപോലെ തന്നെ സ്ക്രീനും കാര്യമൊക്കെ പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു ലേറ്റസ്റ്റ് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോട്ട് 13 Pro 5G മൊബൈൽ വരുന്നത് 12+12 ആണ്. ഇപ്പോൾ 24 GB റാമാണ് വരുന്നത്. 512 GB മെമ്മറി വരുന്നുണ്ട്. കൊടുക്കുന്ന മെമ്മറിയാണ് പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. 512 ബിഗ് മെമ്മറിയാണ് വരുന്നത്. 512 മെമ്മറി വരുന്നത് നിങ്ങൾക്ക് 1080 ദിർഹംസ്. വെറും 1080 വേണ്ട, ഒന്നുകൂടി കുറച്ചു, 1070 ദിർഹംസ്. 1070ന് നിങ്ങൾക്ക് അടിപൊളി വിലക്ക് 13 Pro തരാം. അതല്ല 13 Pro 5G 13 Pro 5G ആകുമ്പോൾ ഒന്നും കൂടി ഡിസൈൻ മാറി, സാധനം മാറി. ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കോ, ഇതിൻ്റെ സാധനം ഡിസ്പ്ലേ എല്ലാം മാറി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് വാട്ടർ പ്രൂഫൊക്കെയാണ്, വെള്ളത്തിലിട്ടാലൊന്നും ആവില്ലെന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്ന അഡ്വാൻസ് സാധനമാണ്. ഈ ഒരു സാധനം ഇതൊക്കെ TDR ആണ്, പ്രത്യേകം പറഞ്ഞാൽ നിങ്ങൾക്ക് 1 year വാറൻറ്റിയുള്ള സാധനമാണ്. ഇത് നിങ്ങൾക്ക് കൊടുക്കുന്നത് Pro 5G ആണ്. 24 GB ആണ് റാം വരുന്നത്. 512 GB മെമ്മറി വരുന്നുണ്ട്. കൊടുക്കുന്ന റേറ്റ് 1250 ദിർഹംസ്. 1250 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നോട്ട് 14ലേക്ക് പോകാം. നോട്ട് 14 ഇതാ, നോട്ട് 14 വന്നോട്ടെ. നോട്ട് 14 അടിപൊളി സാധനം ഇറങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ള ഈ ഒരു മുതൽ ഒരു 1.5 മുതലാണ്. സാധനം നോക്കിക്കോ, ഡിസൈനൊക്കെ നോക്കിക്കോ,
നല്ല അടിപൊളി ഫോൺ വെച്ചാൽ അടിപൊളി ഫോണാണ്. 108 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. അതിൽ 5500 mAh ആണ് ബാറ്ററി വരുന്നത്. നോട്ട് 14 8+8 16 GB ആണ് റാം വരുന്നത്. 128 GB ആണ് മെമ്മറി വരുന്നത്. അതുപോലെ കൊടുക്കുന്ന റേറ്റ് 640 640 കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് നോർമൽ മോഡൽ, നമ്മൾ ഐഫോൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഐഫോണിൻ്റെ നോർമൽ മോഡലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രോയും പ്രോ പ്ലസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പ്രോയിലേക്ക് പോവുകയാണെങ്കിൽ സാധനം ഒന്നും കൂടി ഡിസൈൻ മാറി. ഇതിൻ്റെ ഡിസൈനാണ് മെയിൻ, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസൈനാണ്. AI ക്യാമറ ആണ് ഇതിൻ്റെ, AI ക്യാമറ ആണ്. നല്ല അടിപൊളി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് IP68 ആണ്, പ്രത്യേകം എടുത്തു പറഞ്ഞാൽ IP68 വാട്ടർ റെസിഡൻസ് ഉള്ള സംഭവമാണ്. അതായത് വെള്ളത്തിൽ അത്രത്തോളം നമുക്ക് പവറാണ്. വെള്ളത്തിൽ വീണ്ടും വെള്ളം പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, എന്നാലും പറയാണ് വെള്ളത്തിൽ അത്രത്തോളം 68 നോക്കുമ്പോൾ നമുക്ക് IP അതൊക്കെ പറഞ്ഞാൽ 58 പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടി കൂടുതലാണ്. ഇതിപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്, ഒന്നും കൂടി 68 ഉണ്ട്. അത്രത്തോളം ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ 45 ടെർബോ ചാർജിങ്, ചാർജർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 45 ടെർബോ ചാർജിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5110 5110 ആണ് mAh ആണ് ബാറ്ററി വരുന്നത്. കൊടുക്കുന്ന റേറ്റ് 14 Pro കൊടുക്കുന്നത് 8+8 ആണ് റാം വരുന്നത്. 256 GB മെമ്മറി വരുന്നത്. കൊടുക്കുന്ന റേറ്റ് 859 859 ആണ് കൊടുക്കുന്നത്. 859 റംസിന് കൊടുക്കുന്നുണ്ട്. അതന്നെ നമുക്ക് 512 GB ആണ് റേറ്റ്. 1199 1199 കൊടുക്കുന്നുണ്ട്. 24 GB റാമാണ് വരുന്നത്. ഇതൊക്കെ 5G മൊബൈലാണ്. ഇറങ്ങിയിട്ട് വെറും 3 ദിവസമായിട്ടുള്ളൂ. ഒരുപാട് അഡ്വർടൈസിങ് പരസ്യങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്. ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഷോപ്പ് ഞങ്ങളുടെ ഷോപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വന്ന് വാങ്ങുന്ന ആളുകൾക്ക് നല്ല അടിപൊളി റെഡ്മിയുടെ ഒരു ഗിഫ്റ്റും അവർ ഇതിൽ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എവർസിറ്റിയിൽ വന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ എന്താണോ കമ്പനി കൊടുക്കുന്നത് ആ ഗിഫ്റ്റ് അടക്കം തരുന്നുണ്ട്. അതുപോലെ ഒറിജിനൽ TDR സാധനം തന്നെ തരുന്നുണ്ട്. അപ്പോൾ നല്ല വിലക്ക കൊടുക്കുന്നത്. ഓക്കെ, 14 ആയി, 14 Pro ആയി. അടുത്ത നമുക്ക് റെഡ്മി നോട്ട് 14 Pro Plus ആണ് കേട്ടോ. ഇതിൻ്റെ ക്യാമറ നോക്കിക്കോ. 3 ക്യാമറ ഒന്നും കൂടി പരിചയപ്പെടുത്തുക, കാരണം മാറിപ്പോണ്ട. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഇതാണ്. നോട്ട് 14 ക്യാമറ ഇതാണ്. അപ്പോൾ 3 നമുക്ക് ഒരുമിച്ച് തന്നെ പിടിക്കാം എല്ലാം. അതുപോലെ 14 പ്രോൻ്റെ ക്യാമറ. ഇനി 14 Pro Plusൻ്റെ ക്യാമറ. 14 Pro ഓരോന്നിൻ്റെ ക്യാമറ നോക്കിക്കോ. അതുപോലെ 14 Pro Plusൻ്റെ ക്യാമറ. എല്ലാത്തിനും ക്യാമറ വ്യത്യാസമുണ്ട് കേട്ടോ. ക്യാമറയിലാണ് ഇതിൻ്റെ കളി മൊത്തം. ഫോൺ മാറിപ്പോണ്ട, പറഞ്ഞ ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും, കാരണം ഉപ്പും മുളകും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരേ ജഗയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരണ്ട. അതുകൊണ്ടാണ് എല്ലാ മോഡലും എടുത്ത് കാണിക്കുന്നത്. 3 ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട് അത്ര നല്ല ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് പറയുന്ന കാര്യം സ്ലിമ്മാണ്, വെള്ളത്തിൽ വീണാൽ ഒന്നാമത്തെ ഫോണാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ്. അതുപോലെ കർവാണ്, അതായത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന 23 അൾട്രൊക്കെ വരുന്നുണ്ടല്ലോ, കർവേഡ് ഡിസ്പ്ലേ. ആ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. എല്ലാ മോഡലും ഡിസ്പ്ലേ വരുന്നത് ഇത് ഒരേ ലെവലിലാണ്. അപ്പോൾ 14 Pro Plus 5G വരുന്നത്. 12+12 24 GB റാമാണ് വരുന്നത്. 512 GB ആണ് മെമ്മറി വരുന്നത്. കൊടുക്കുന്ന റേറ്റ് 1450 റംസിന് 1450 റംസിന് പ്ലസ് കൊടുക്കുന്നത്. അടുത്ത നമുക്ക് വിവോയിലേക്ക് പോകാം. വിവോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട് വരുന്ന ഫോൺ ഇതാ. വിവോ ഏറ്റവും വില കുറഞ്ഞിട്ട് വരുന്നത് Y19s ആണ്. Y19s ആണ് ഏറ്റവും വില കുറഞ്ഞിട്ട് വരുന്നതാണ്. 6+6 12 GB റാം ഉണ്ട്. 128 GB മെമ്മറി ഉണ്ട്. കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് 480 റംസിന് Y19s കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി ഞങ്ങൾ മേലോട്ട് പോകണം 5G മൊബൈൽ. വിവോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലും GCCയിലും ടോട്ടലായിട്ട് വിവോനും അതുപോലെ തന്നെ ഒപ്പോയിലും മാത്രമാണ് ഇന്ത്യയിലും അതുപോലെ GCCയിൽ വാറണ്ടി. ഇനി ബാക്കിയെല്ലാ മോഡലിനും TRA ആണെങ്കിൽ UAയിൽ മാത്രമേ വാറണ്ടി കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന സാധനം മുന്നേ പറഞ്ഞ പോലെ കൊറിയൻ്റെ വരുന്നുണ്ട്, ഇന്ത്യൻ്റെ വരുന്നുണ്ട്, ചൈനൻ്റെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലി ഏതാണോ കൺട്രി ആ കൺട്രീൻ്റെ കിട്ടുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിൽ റാം കുറവായിരിക്കും. UAൻ്റെ സാധനം വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കും. റാം അടിപൊളിയായിരിക്കും. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. അതേസമയം വേറെ ഫോണൊക്കെ ആകുമ്പോൾ റാം കുറയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് റാം കൂടുതലുള്ള റാമാണ് ഒരു ഫോണിൻ്റെ ഏറ്റവും മെയിൻ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഹൃദയം റാമാണ്. ആ ഹൃദയം നല്ല നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. Y28s 5G മൊബൈലാണ്. കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വരുന്നത് 256 GB ആണ്. 8+8 16 GB റാം വരുന്നുണ്ട്. എത്ര കൊടുക്കടാ? Y28s 5G 580 കൊടുത്തുടാ. കൊടുക്കുക 580 റംസിന് 580 റംസിന് 128 GB കൊടുക്കും. 256 GB ആണെങ്കിൽ 680 റംസ്. 100 റംസിന് വ്യത്യാസമുള്ളൂ. 580 680. ഓക്കെ, അടുത്ത നമുക്ക് അടിപൊളി സാധനത്തിലേക്ക് വിവോ. ഒരുപാട് ആൾക്കാർ വാങ്ങാൻ കൊതിക്കുന്ന സാധനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇന്ത്യൻ്റെ റേറ്റ് എത്ര ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും. ഇതിൻ്റെ റാം, നാട്ടിൽ വരുന്ന റാം, ഇത് ഇവിടെ വരുന്നത് UAയിൽ വരുന്നത് 12+12 24 GB ആണ്. നാട്ടിൽ വരുന്നത് വെറും 16 GB ആണ്. 8+8 ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ വിലൻ്റെ കാര്യത്തിന് വ്യത്യാസം. നാട്ടിൽ ഇപ്പോൾ 45,000 രൂപയൊക്കെ വില വരുന്നത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 256 GB B40 ലൈറ്റാണ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ
1030 വെറും 1030 ദിറംസിന് കൊടുക്കും. അതല്ല V40 ആണ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വിലക്ക് കയറാം. V40 5G മൊബൈൽ കൊടുക്കുന്നത് 2 5G തന്നെയാണ്. V40 5G കൊടുക്കുന്നത് 1599 ദിറംസ്, 1599 ദിറംസിന് V40 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒപ്പോയിലേക്ക് പോകാം. ഒപ്പോയിൽ ഒരുപാട് സാധനം സ്റ്റോക്ക് ഇല്ല, എന്നാലും ഒരു 5G മൊബൈൽ അത്യാവശ്യം അവരും വരുന്നുണ്ട്. ഒപ്പോൻ്റെ 2 ദിവസം കൊണ്ട് ഒരുപാട് സ്റ്റോക്ക് പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ റിവ്യൂ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഒപ്പോൻ്റെ ഒരു 5G മൊബൈൽ A60 ആണ് വരുന്നത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 45 വാട്ട്സൊക്കെ ചാർജറൊക്കെ വരുന്ന നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ഡിസൈൻ നോക്കിക്കോ, സ്ലിമ്മാണ്, നല്ല അടിപൊളി സാധനമാണ്. ഒപ്പോൻ്റെ പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഒപ്പോ വിവോ ഒക്കെ ക്യാമറ അടിപൊളിയായിരിക്കും. ഈ ഒരു സാധനം നിങ്ങൾക്ക് കൊടുക്കുന്നത് 5G മൊബൈൽ 6+6 12GB റാം വരുന്നത് 128GB ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത് 599. അതന്നെ നിങ്ങൾക്ക് 5G 256GB ആണ് റാം വരുന്നത്, നിങ്ങൾക്ക് കൊടുക്കുന്നത് 730 ദിറംസാണ്. 730 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും വില കുറഞ്ഞിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് TDRൽ ഇറങ്ങുന്ന ഒരു സാധനമാണ് റിയൽമി നല്ല വിലക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റിയൽമിയിലേക്കാണ്. റിയൽമിനെ കൊണ്ട് പറയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ട് ചീപ്പസ്റ്റ് ആയിട്ട് ബെസ്റ്റ് എന്നും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു. കാരണം റിയൽമി കംപ്ലൈൻറ്റ് വളരെ കുറവാണ്, ഒരുപാട് ആൾക്കാർ വാങ്ങുന്ന ഫോണാണ്. അതുപോലെ തന്നെ നല്ല ബിഗ് ഡിസ്പ്ലേ ആണ്. ബാറ്ററിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, നല്ല ബാറ്ററി ബാക്കപ്പ് ഇടുന്നുണ്ട്, ക്യാമറയും കുഴപ്പമില്ല, നല്ല സാധനമൊക്കെ ആണെങ്കിലും വില കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ റിയൽമി നമുക്ക് നോട്ട് 60 നമുക്ക് ഏറ്റവും നല്ല വിലക്ക് തരാം. 4GB റാമാണ് വരുന്നത്, 128GB ആണ് കൊടുക്കുന്നത്, വെറും 350 ദിറംസിനാണ്. 350 ദിറംസിന് ബിഗ് സ്ക്രീനിൽ ഒരു മൊബൈൽ ഇറങ്ങുന്നുണ്ട്, അത് റിയൽമി ഇറങ്ങുന്നുള്ളൂ. 350 കൊടുക്കുന്നുണ്ട്. ഇതന്നെ നിങ്ങൾക്ക് 61 ഏറ്റവും മെമ്മറി കൂടുതലുള്ള സാധനമാണ്. 61 8+8GB റാം 256GB മെമ്മറി വരുന്നുണ്ട്, 450 ദിറംസിന് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് 12X ആണ്. 12Xനെ കൊണ്ട് പറയുകയാണെങ്കിൽ 5G ആണ് മൊബൈൽ വരുന്നത്. ഏറ്റവും വില കുറഞ്ഞിട്ട് 5G മൊബൈൽ ഇറങ്ങുന്നത് റിയൽമിയിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേനാണ്, ബിഗ് സ്ക്രീനാണ്. 800 ദിറംസ് 850 ദിറംസ് ഒക്കെ വിലയുള്ള സാധനമാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് വെറും 499 ദിറംസിനാണ്. 128GB ആണുള്ളത്. ഇതന്നെ നിങ്ങൾക്ക് 256GB ആണ് എടുക്കുകയാണെങ്കിൽ 599, വേണ്ട ഒന്നുകൂടി കുറച്ചു, 575 ദിറംസിന് 256GB ഏറ്റവും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് 5G മൊബൈൽ കൊടുക്കുന്ന സാധനമാണ് 12X. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ സാംസങ്ങിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞിട്ട് സാംസങ് എടുക്കുന്നത് A06 ആണ്. A06 64GB ആണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത വില തന്നെയാണ്, 299 ദിറംസേ ഉള്ളൂ. വെറും 299 ദിറംസിന് 64 ഉണ്ട്. ഇതന്നെ 128GB ആണെങ്കിൽ 350 ദിറംസിന് കൊടുക്കുന്നുണ്ട്. ഇതന്നെ നിങ്ങൾക്ക് A16 4+, അതായത് ഇതിൻ്റെ റാം 4GB ആണ് റാം വരുന്നത്, 128GB ആണെങ്കിൽ 499 ദിറംസിന് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ കൊടുക്കുന്നത് 5G മൊബൈലാണ്. സാംസങ്ങിലെ 5G മൊബൈൽ നല്ല വിലക്കുണ്ട് കേട്ടോ. A25ലാണ് ഏറ്റവും വില കുറഞ്ഞിട്ട് 5G ഇറങ്ങുന്നത്. ഇതിൽ 6GB റാം 128GB ഉണ്ട്, അതുപോലെ 8GB റാം 256GB ഉണ്ട്. 6GB റാം ആണെങ്കിൽ 128GB നിങ്ങൾക്ക് തരുന്നത് അടിപൊളി വിലക്ക് കയറാം, 630 കയറാം. അതിന് 8GB റാമും 256GB മെമ്മറി ആണെങ്കിൽ 750 ദിറംസിന് A25 തരാം. പിന്നെ കുറച്ച് മുകളിലോട്ടുള്ളത് ഫോണൊക്കെ കുറച്ച് വലിപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ A35 ആണ്. A35 5G മൊബൈൽ നിങ്ങൾക്ക് 256GB മെമ്മറിയും 8GB റാം വരുന്നത് 950 ദിറംസിന് 950ക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതൊന്നല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണിങ് ഓടുന്ന A55 ആണ്. A55ൽ നിങ്ങൾക്ക് 256GB നിങ്ങൾക്ക് അടിപൊളി വിലക്ക് തരാം, 1075 ദിറംസ്. വെറും 1075ന് 256GB നിങ്ങൾക്ക് തരാൻ സാധിക്കും. അടുത്ത നമുക്ക് S23 അൾട്ര പറഞ്ഞ മുന്നേ S23 ഉണ്ട് കേട്ടോ. S23 വേണ്ടത് വാങ്ങി, 23 അൾട്രക്കാണ് അതിൽ നല്ല വില കുറവുള്ളത്. 23 നിങ്ങൾക്ക് 256GB 1975 പക്ഷേ ചെറിയ സൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ അതാണ് വാങ്ങുന്നത്. അത് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാം, 1975 കൊടുക്കാം. അതല്ല 23 അൾട്രയാണ് മേടിക്കുന്നത്. 23 അൾട്ര നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ്, 23 അൾട്ര 2350 ദിറംസ് 2350 കൊടുക്കുന്നുണ്ട്. അതിന് 512 മേടിക്കണമെങ്കിൽ 2950 കൊടുക്കുന്നുണ്ട്. അതല്ല 1TB മേടിക്കണം 3150 ദിറംസിന് കൊടുക്കുന്നുണ്ട്. 3 സാധനം അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 24FE ഒരുപാട് ആൾക്കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫോണാണ്. 24FE 256GB ആണ്, ഫാൻ എഡിഷൻ ആണ്, നല്ല സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് മോഡലിനെ കാണിച്ചു കൊടുക്കില്ല, ഇതാണ് സാധനം, നല്ല അടിപൊളി കിടു സാധനമാണ്. അപ്പോൾ ബാറ്ററി ഒക്കെ 4700 mAh ബാറ്ററി ഉണ്ട്, അതുപോലെ 50 മെഗാപിക്സലൊക്കെയാണ് ക്യാമറ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് 1720 ദിറംസിന് 256GB കൊടുക്കുന്നുണ്ട്. അതിന് S24 ആണ് മേടിക്കണമെങ്കിൽ S24 കുഞ്ഞിക്കൂനായിരിക്കും മേടിക്കുന്നത്, കൊടുക്കുന്നത് 128GB 1975. അതിന് 256GB ആണ് കൊടുക്കുന്നത് 2300. S24 പ്ലസ് ആണ് മേടിക്കുന്നത്. S24 പ്ലസ് കൊടുക്കുന്നത് 256GB ആണെങ്കിൽ 2500 ദിറംസിന് കൊടുക്കുന്നുണ്ട്. അതിന് 512 ആണെങ്കിൽ 2800 ദിറംസിന് കൊടുക്കുന്നുണ്ട്. അതൊന്നല്ല, രാജാവ് നമ്മുടെ കിങ്ങന്നെ വാണിക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റാണ്. വെറും 2799 ദിറംസിന് S24 അൾട്ര 256GB കൊടുക്കുന്നത്, 256GB. അതിന് 512 ആണെങ്കിൽ വെറും 3399 ദിറംസിന് കൊടുക്കുന്നുണ്ട്.
അതല്ല നിങ്ങൾക്ക് ഫോൾഡ് വേണം, ഫോൾഡ് വേണിക്കണം, അതും കിഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മൾ മോഹൻലാലൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ ഒരുപാട് അഡ്വർടൈസിങ് കണ്ടായിരിക്കും നിങ്ങൾ. ആ ഒരു ഫോൺ കൊടുക്കുന്നത് 4450 ദിർഹംസിന്. ഫോൾഡ് 6 കൊടുക്കുന്നത് 256 GB. ഇതിന് 512 വേണിക്കണമെങ്കിൽ കൊടുക്കുന്നത് 4950 ദിർഹംസിന് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ, നിങ്ങളുടെ കയ്യിൽ ഏത് തന്നെ ബ്രാൻഡഡ് മൊബൈൽ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഐഫോണൊക്കെ വേണമെങ്കിൽ കൊടുക്കുന്നത്. ഐഫോണിൻ്റെ കൂടി ഇതിൻ്റെ റേറ്റ് നമ്മൾ കൂടെ പറയുകയാണെങ്കിൽ ഓൾറെഡി വീഡിയോ ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഐഫോണിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഐഫോൺ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ലാഗ് ചെയ്യുന്നില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നേരെ പോയി ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും